ഹായ്, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിരിക്കണം. ഞാനും അടിപൊളിയായിരിക്കണം. ഓക്കെ, ഇന്ന് വേറെ എങ്ങോട്ടുമല്ല, ഞാൻ റെഡിയായി പുറപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാട്ടിലോട്ട്, അങ്ങ് പാലക്കാട്. വേറെ ഒന്നുമല്ല, നമുക്ക് എല്ലാ മലയാളീസിനും നന്നായിട്ട് അറിയാവുന്നതാണ്. നമുക്കൊരു ഏപ്രിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉത്സവ സീസൺ തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ നാട്ടിലും ഒരു പൂരമാണ്. അപ്പോൾ ഞാൻ ആ പൂരത്തിന് വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് പോവുകയാണ്. എനിക്ക് ഈ പൂരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേപോലെ എൻ്റെ ഒരു വലിയ സ്വപ്നമാണ് തൃശ്ശൂർ പൂരം പങ്കെടുക്കണം. ഇന്നത്തെ വരെ പറ്റിയിട്ടില്ല. ദൈവം സഹിച്ച് എന്തെങ്കിലും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് പോട്ടെ. ഇപ്പം ഞാൻ പോകുന്നത് നേരെ നാട്ടിലോട്ട് തന്നെയാണ്. എൻ്റെ നാട്ടിലോട്ട് പോകുന്നതിൻ്റെ മുമ്പ് ഞാൻ എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഡ്രസ്സായിട്ടത്. കാരണം ഞാൻ പോകുന്നത് ട്രെയിനിലാണ്, അതും ഒറ്റയ്ക്കാണ് പോകുന്നത്. പ്രാവശ്യം ഏട്ടനില്ല, ഏട്ടന് ഡ്യൂട്ടിയുള്ളത്. അതുകൊണ്ട് ഞാൻ സാധാ ഒരു പാൻറ്റും പിന്നെ ഒരു ടീഷർട്ട് ഇട്ടു. എൻ്റെ ലഗേജൊക്കെ പാക്ക് ചെയ്തു. ഞാൻ ലാസ്റ്റ് മിനിറ്റിലാട്ടോ ലഗേജ് പാക്ക് ചെയ്യാറുള്ളത്. നിങ്ങളും അങ്ങനെയാണോ? ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ പാക്ക് ചെയ്തു. പിന്നെ ഞാൻ ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ക്യാബ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ബൈക്കാണ് ബുക്ക് ചെയ്തിട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ പോകുമ്പോഴേക്കും വണ്ടി വന്നു. വണ്ടിയിൽ എന്താ ഭയങ്കര മോശമായിട്ടുള്ള കാര്യം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അവിടെ മോശമായിട്ട് പുള്ളി ചെറുതായിട്ട് കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു റഫായിട്ടുള്ള ഡ്രൈവിംഗ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങനെ MG റോഡ് എത്തി. ഒരു 5-5:30 ആകുമ്പോൾ ഞാൻ എത്തി. എനിക്ക് വണ്ടി 8:30 കേട്ടോ. ഞാൻ നേരത്തെ പോകുന്നത് എനിക്ക് സീറ്റ് കിട്ടാനാണ്, കാരണം ബുക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ്. അങ്ങനെ അവിടെ ടിക്കറ്റ് എടുത്ത് 30 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ്. നേരെ ഞാൻ ഇവിടേക്ക് പോയി, എൻ്റെ സ്ഥലത്തിലോട്ട് പോയി. അതായത് മജസ്റ്റിക്കിലേക്ക് പോയി. ട്രെയിനിൻ്റെ സീറ്റ് കിട്ടി. ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. ലൈറ്റൊന്നും ഇടാത്തതുകൊണ്ട് ഞാനങ്ങനെ സീറ്റൊക്കെ കിട്ടി. ഞാൻ ഇരുന്നു. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചു ഞാൻ കൂട്ടത്തിൽ. പിന്നെ അതിനുശേഷം എനിക്ക് വിശന്ന് കണ്ടപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് ഒരു സ്നിക്കേഴ്സും ഒരു ജ്യൂസും മേടിച്ചു, ഒരു ഷേക്കും മേടിച്ചു. പിന്നെ ഞാൻ ട്രെയിനിലോട്ട് നടക്കുകയാണ്. അപ്പോൾ ട്രെയിനിലോട്ട് കയറിയൊക്കെ ഇരുന്നു. അങ്ങനെ കയറിയിരുന്നു. ട്രെയിനിലേക്ക് സീറ്റ് കിട്ടിയിട്ടോ, ദൈവം സഹായിച്ചിട്ട്. അങ്ങനെ ഇരുന്ന് സമയം പോകണമല്ലോ, എനിക്ക് എന്തായാലും സമയം പോകാൻ വേണ്ടി. അതിനിടയിൽ ഞാനൊരു ഗെയിമൊക്കെ കളിച്ചു. എൻ്റെ ഫോൺ എടുത്തിട്ട് അതിനുശേഷം കണ്ടപ്പോൾ എൻ്റെ ബോട്ടിലൊക്കെ ആവശ്യമാകുമ്പോൾ നശിച്ചു. അപ്പോൾ ഞാൻ അതും പൊട്ടിച്ചു. കുടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ അതൊക്കെ കുടിച്ചു. അതിനുശേഷം ചോക്ലേറ്റൊക്കെ കഴിച്ചു, മേടിച്ച് ചോക്ലേറ്റൊക്കെ കഴിച്ചു. അങ്ങനെ പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ മെല്ലെ അങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഈ തൊട്ടടുത്തിരിക്കുന്ന അങ്കിള് എനിക്ക് എന്താ പറയുക, എനിക്ക് ഫുഡൊക്കെ തന്നു. ഞാൻ മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ എനിക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. പൊതുവേ നമ്മുടെ അനൗൺസ്മെൻ്റ് അടക്കം ട്രെയിനിൽ ഉണ്ടാവാറുണ്ട്, ഫുഡ് അന്യർ തന്നാൽ മേടിക്കരുത് എന്നുള്ളത്, അന്യന്മാർ ഫുഡ് തന്നാൽ മേടിക്കരുത് എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ എന്നെ ഒരു മോളെ പോലെ കരുതി അവരുടെ കയ്യിലുണ്ടായിരുന്ന തൈർ സാധനം തന്നു. പക്ഷെ കഴിക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് കൈയൊന്നും കഴുകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട്. അങ്ങനെ ട്രെയിനിൽ അതിൽ തിരക്കായിരുന്നു. കാണുന്നില്ലേ, നമ്മൾ അത്ര തിരക്കായിരുന്നു വണ്ടിയിൽ. അങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞ് ഞാനങ്ങനെ പോയി. ഞാനങ്ങനെ കുറേ വരുമ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെയോ ഉറങ്ങി. ഞാൻ പറയാൻ വേണ്ടി പീരിയഡ്സ് കൂടി ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയൊക്കെയോ കുറേ ഉറങ്ങി. അതിനുശേഷം നമ്മൾ ഏതോ ഒരു ഇതിൽ കണ്ടിട്ടില്ല ഒരാളുടെ, അതേപോലെ പുള്ളിയും തൊട്ടിലൊക്കെ കെട്ടി പുള്ളി അവിടെ സെറ്റായി. എനിക്കത് കണ്ടപ്പോൾ ഏതോ ഒരു ഇൻഫ്ലുവൻസറിനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ മണി 4-4:30 ആയപ്പോൾ ഞാൻ പാലക്കാട് എത്തി. എൻ്റെ സ്വന്തം നാട്ടിൽ ഞാൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ. അങ്ങനെ പോയി. ഞാൻ എത്തിയത് 4:30, 4:45 ആ സമയത്ത് പോലും ചൂട് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ ചായയൊന്നും കുടിച്ചില്ല. ഞാൻ സോഡ മേടിച്ച് കുടിച്ചു. ഇതൊക്കെ നമ്മുടെ നാട്ടിലായിട്ടോ കിട്ടുള്ളൂ. ഈ സോഡയൊക്കെ പുറത്തൊന്നും പോയാൽ കിട്ടില്ല. പിന്നെ അതൊക്കെ കുടിച്ച് ഞാനങ്ങനെ ബസ് കയറി നേരെ പാലക്കാട് KSRTC പോയി ഇറങ്ങി. അവിടെ പോയതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പീരിയഡ്സ് ആയിരുന്നു. വാഷ്റൂം പോകാൻ നന്നായിട്ട് തോന്നിയിരുന്നു. അങ്ങനെ വാഷ്റൂമിലൊക്കെ പോയി ഞാൻ അവിടെ നിന്നും റെഡിയൊക്കെ. അതിനുശേഷം ഞാൻ നേരെ പാലക്കാട് KSRTC സ്റ്റാൻഡിൽ നേരെ കുഴൽമന്നത്തേക്കുള്ള ടിക്കറ്റ് എടുത്തു. കുഴൽമന്നത്തേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോയി. നല്ല കാറ്റായിരുന്നു. ആ തണുത്ത കാറ്റും ആ ബസ്സിൻ്റെ സൈഡ് സീറ്റും അതൊക്കെ ഒരു പ്രത്യേക വൈബല്ലേ, പറഞ്ഞറിയിക്കാൻ കാരണം കാട്ടിലും ഏറ്റവും വൈബാണത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോ പിടിച്ച് നേരെ പോന്നു. ഞാൻ ഏട്ടൻ്റെ വീട്ടിലോട്ടാണ്, എൻ്റെ വീട്ടിലോട്ടല്ല, കാരണം അവിടെ എൻ്റെ വണ്ടി ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ അമ്പലവും ഇതൊക്കെ ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ അങ്ങനെ ഞാൻ വീട്ടിലെത്തി.
വീട്ടിലെത്തി ഞാൻ ബാഗൊക്കെ അവിടെ വെച്ചു. അവിടെ വെച്ച് എല്ലാം ഞാൻ ഒന്ന് സെറ്റായപ്പോഴേക്കും അമ്മ എനിക്ക് ചായ വെച്ച് തന്നു. എനിക്ക് ചക്കയും മാങ്ങയൊക്കെ ഇഷ്ടമാണ്. അമ്മ ചക്കയൊക്കെ ഇവിടുന്ന് സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ചായയൊക്കെ കുറച്ചൊക്കെ കുടിച്ചു. അതിനിടയിൽ അമ്മ കുളിക്കാനൊക്കെ പോയി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞാൻ ഇങ്ങനെ കുറേ നേരം ഇരുന്നു, എന്തൊക്കെയോ നോക്കിയിട്ടും എന്തൊക്കെയോ ഇതാക്കിയിട്ടൊക്കെ. കാരണം രാവിലെ ഒന്ന് ഉറങ്ങി എണീച്ചിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകാൻ. ഉത്സവം അവിടെയാണ്, ഏട്ടൻ്റെ അവിടെയല്ല. ഞാൻ എൻ്റെ വണ്ടി ഇവിടെ വെച്ചിട്ടാണ് അന്ന് പോയത്, അതുകൊണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ഉറങ്ങി എണീറ്റു, ഫ്രഷായി എല്ലാം കഴിഞ്ഞു. ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ ഭയങ്കര സമാധാനം തോന്നി. കാരണം ഞാനൊരു ഉറക്കഭ്രാന്തിയും കൂടിയാണ്. എനിക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ സമനില തെറ്റിയ ഒരാളെ പോലെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. പിന്നെ അങ്ങനെ ഞാൻ നല്ലോണം ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഞാൻ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി ഞാൻ വീട്ടിലോട്ട് തിരിച്ചു, എൻ്റെ വീട്ടിലോട്ട്. അപ്പോൾ ഇത് ഏട്ടൻ്റെ അച്ഛനാണ്. അച്ഛന് കടയുണ്ട്. അപ്പോൾ അച്ഛനോട് യാത്രയൊക്കെ പറഞ്ഞു. പിന്നെ കടയിൽ നിന്നൊരു പഴമൊക്കെ എടുത്ത് കഴിച്ചു. ഞാൻ അങ്ങനെ എല്ലാം എടുത്ത് കഴിച്ച് എല്ലാം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി, അതായത് എൻ്റെ സ്വർഗത്തിലോട്ട് ഞാൻ എത്തി. അങ്ങനെ എത്തി എൻ്റെ വണ്ടിയിൽ നിന്ന് ഏട്ടൻ്റെ വൈകിട്ടൊന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറക്കുകയാണ്. കാരണം ഏട്ടൻ്റെ അവിടെ കരിവേപ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ കൊണ്ടുവന്നാട്ടോ വണ്ടി കാണുന്നത്. അതൊക്കെ ഞാൻ ഇറക്കി വെച്ചു. വണ്ടിയിൽ നിന്ന് കൊടുക്കേണ്ടതൊക്കെ എല്ലാം കൊടുത്തു. അമ്മയുടെ കയ്യിലും മോൻ്റെ കയ്യിലും ഒക്കെ ഞാൻ കൊടുത്തു. അങ്ങനെ അതിനുശേഷം പിന്നെയും പോയി. എനിക്ക് പിന്നെയും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ വണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങോട്ട് വന്നതുകൊണ്ട് പിന്നെ അതൊക്കെ ശേഷം കൊണ്ടുവന്ന ചക്ക ഇങ്ങോട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. അവിടെ നിന്ന് കഴിച്ചായിരുന്നില്ല. ചക്കയൊക്കെ വെട്ടി അതൊക്കെ തിന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ പോയി അങ്ങോട്ട് സുഖമായി പിന്നെ നല്ലൊരു ഉറക്കം പാസ്സാക്കി. അപ്പം അത്രേ ഉള്ളൂ. ഇനി ഇതേപോലെ